ഇത് ഓണം വിപണിയുടെ പാവലാണ്. അപ്പോൾ ഇതിൽ ഈ ഓണം വിപണിയുടെ പാവലിനകത്തിലും ഈ പറയപ്പെടുന്ന പോലെ ഡൗണി മിൽഡ്യൂ ഇതിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയല്ലേ, പക്ഷേ ഇതിനകത്തിൽ രോഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാവൽ കൃഷിയിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കും. ഇപ്പം നമ്മളൊരിക്കലും പന്തലിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ താഴെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ചില്ലകൾ അപ്പോൾ പലരും വളർത്തുന്ന കാണാം. അപ്പോൾ അതൊരിക്കലും അതിൽ ഈ ശിഖരങ്ങൾ വളരാൻ സമ്മതിക്കരുത്. നമ്മൾ പന്തലിനകത്ത് കയറിയിട്ട് ഈ ഭാഗം തൊട്ട് കണ്ടോ, ഈ ഭാഗം തൊട്ട് മാത്രമേ നമ്മൾ ശിഖരങ്ങൾ വളർത്തി പടർത്താൻ പാടുള്ളൂ. ഒരിക്കലും താഴോട്ട് നമ്മൾ ശിഖരങ്ങൾ പാവലിനകത്ത് വളർത്തി പടർത്താൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് എപ്പോഴും അത് മാനേജ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും പിന്നെ വിളവ് മുകളിലോട്ട് പന്തലിക്കാനുള്ള സാധ്യത കുറയുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എപ്പോഴും തന്നെ ഇതിലിപ്പോൾ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ എത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് അതിനകത്തിൽ കട്ട് ചെയ്തിട്ട് ഫംഗിസൈഡ് അടിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇതിനകത്തിൽ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോൾ ഡൗണി മിൽഡ്യൂ ഇതിനകത്ത് വന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതിനകത്ത് നിർബന്ധമായി ഒരു ഫംഗിസൈഡ് ഒരു റൗണ്ട് സ്പ്രേ കൊടുക്കും. ഒന്നീ സാഫോ അല്ലെങ്കിൽ മാംഗോ സബോ ഏതെങ്കിലും ഒരു സ്പ്രേ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോഴത് ഇതിനകത്ത് വന്ന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഇതാണ് പാവലിൽ ഈ അസുഖം വരുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. പടവലത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. പടവലത്തിൽ വന്നാലും പാവലിൽ വന്നാലും ലക്ഷണമൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഇതിങ്ങനെ വരും, ഇങ്ങനെ വന്ന ശേഷം ക്രമേണ അത് ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭമായിട്ട് കാണുമ്പോൾ ഇലയിലെയും മഞ്ഞ പാടും ഒക്കെ തുടങ്ങും. ഇത് കണ്ടോ, ഈ മഞ്ഞപ്പാടൊക്കെ തുടങ്ങുന്നത് ഈ ഡൗണി മിൽഡ്യൂവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത്തരം നിറമാറ്റം കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ അഡീഷണൽ ആദ്യം നമ്മളൊരു പൊട്ടാഷ് സ്പ്രേ കൊടുക്കണം. അല്ലെങ്കിൽ SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 20 ഗ്രാം പെർ ലിറ്ററിൽ എടുത്തിട്ട് നമ്മളൊരു സ്പ്രേ കൊടുക്കണം. സ്പ്രേ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സാഫോ അല്ലെങ്കിൽ ബാവിസിനോ അതുപോലെ, അതായത് മാംഗോ സബോ കാർബൻഡാസിമോ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പ്രാരംഭ ലക്ഷണത്തിൽ ഇതുപോലെ ചെറിയ ലക്ഷണത്തിൽ കണ്ടാൽ സ്യൂഡോമോണാസ് സ്പ്രേ നോക്കുക. അത് പക്ഷേ മൈന്യൂട്ടായിട്ട് പ്രശ്നമുള്ളപ്പോഴേ സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് റിസൾട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഒന്നിൽ കാർബൻഡാസിമോ മാംഗോ സബോ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുക മാത്രമല്ല ചുവട്ടിലൊഴിച്ച് ഇതേ അളവിൽ തന്നെ ചെയ്ത് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരിക്കലും COC ഒരു ഫംഗിസൈഡാണ്, കോപ്രോക്സിക്ലോറൈഡ്. അപ്പോൾ അതൊരിക്കലും ഇതിന് സ്പ്രേ ചെയ്യാൻ പാടില്ല. കാരണം കുക്കർബിറ്റേഷ്യസ് ക്രോപ്പ്, അതായത് വെള്ളരി വർഗ്ഗ വിളകൾക്ക് എപ്പോഴും കോപ്പർ, അതായത് ചെമ്പിൻ്റെ അംശമുള്ള കുമിൾനാശിനികൾ ദോഷം ഉണ്ടാകാറുണ്ട്, ടോക്സിക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും COCനകത്ത് നമ്മൾ സാധാരണ ഫംഗിസൈഡ് COC ഉപയോഗിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡോമിക്സ് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടോ ഒരിക്കലും ഇതിനകത്ത് നമ്മൾ സ്യൂഡോമോണാസ് COC കോപ്രോക്സിക്ലോറൈഡോ അല്ലെങ്കിൽ ബോഡോമിശ്രിതം ഉപയോഗിക്കാൻ പാടില്ല. കാരണം കോപ്പർ ടോക്സിസിറ്റി എന്ന് പറഞ്ഞ സംഭവം വെള്ളരി വർഗ്ഗ വിളകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ നിർബന്ധമായി ഏതെങ്കിലും കാർബൻഡാസിമോ മാംഗോ സിംബോ പോലുള്ള ഉപയോഗിക്കണം. അത് അങ്ങ് മുകളിൽ സിവിയർ ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ റിവൈവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉള്ളതാണ്. അപ്പോഴൊക്കെ അപ്പോൾ ഇതിനകത്തിൽ ഇതുപോലെ നിറവ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം SOP സ്പ്രേ ചെയ്ത് കൊടുക്കണം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കണം 20 ഗ്രാം പെർ ലിറ്റർ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കാർബൻഡാസിമോ മാംഗോ സബോ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ നമ്മൾ ചുവട്ടിൽ തടത്തിൻ്റെ ചുവട്ടിനും നല്ലപോലെ കുതിർക്ക ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഒപ്പം തന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തണ്ട് വിരിയാതിരിക്കും, താഴെ പടരാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഡോസ് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 20 ഗ്രാം പെർ ലിറ്ററാണ്, 20 ഗ്രാം പെർ ലിറ്ററാണ് സ്യൂഡോമോണാസ്. അത് നിർബന്ധമായും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, താങ്ക് യു. Thank you.